ഈ രാഷ്ട്രീയമല്ലാതെ സാറിനുള്ള എന്റർടൈൻമെന്റ്സ് അല്ലെങ്കിൽ സാറിന്റെ ഹോബീസ് അതൊക്കെ എന്തൊക്കെയായിരിക്കും? ശരിക്കും ഞാൻ രാഷ്ട്രീയക്കാരനപ്പുറം രാഷ്ട്രീയക്കാരനായില്ലെങ്കിൽ ഒരുപക്ഷെ ഒരു കലാകാരനായി മാറിയാനായിരുന്നു. അത് ശരി. ഞാൻ എൻ്റെ നാട്ടിൽ ഒരു സാംസ്കാരിക സംഘടന ഉണ്ടായിരുന്നു, ഉദയ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബ്. ചിറ്റയെന്ന് പറഞ്ഞ സ്ഥലം കൊല്ലമാണ്, കൊല്ലം പെരുന്നാട്. അപ്പോൾ അതിലൂടെ വളർന്ന് പാട്ട് പാടാനും ചിത്രം വരയ്ക്കാനും അഭിനയിക്കാൻ ഒക്കെ തുടങ്ങി. പിന്നീടാണ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്ക് വരികയും പിന്നീട് പൂർണ്ണസമയ രാഷ്ട്രീയ പ്രവർത്തനായി മാറുകയും ചെയ്തു. എന്നാൽ ഇതിനിടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ കലാപ്രവർത്തനങ്ങൾക്ക് ഇപ്പോഴും ചെയ്യുന്നു. അപ്പോൾ ഞാനിപ്പോൾ MLA ആയതിനു ശേഷം അടൂർ ഓണം എന്ന് പറഞ്ഞ് 3 ദിവസം എല്ലാ വർഷവും ഓണത്തിന് പരിപാടി സംഘടിപ്പിക്കാറുണ്ട്. സാറാണ് ലീഡർഷിപ്പ് എടുത്ത് ചെയ്യാറുള്ളത്. ഫാമിലിയിൽ ആരെങ്കിലും ഉണ്ടോ സാർ കലയോട് താല്പര്യമുള്ള? വൈഫ് പാടും. അല്ല, സാറിന്റെ അച്ഛൻ അമ്മ ആരുമില്ല. അപ്പൊ സാർ ആ സമയത്തെ കലാരംഗത്ത് ഭയങ്കര സജീവമായതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. അച്ഛൻ പക്ഷേ സാംസ്കാരിക പ്രവർത്തകനായിരുന്നു. ക്ലബിലൂടെ വളർന്നു വന്ന ആളെന്നുള്ള നിലയിൽ അവരുടെ ഒരു അന്നത്തെ കാലത്ത് അവരുടെ സുഹൃത്തുക്കളെല്ലാം കൂടി ചേർന്നുണ്ടാക്കിയിട്ടുള്ള ഒരു സംസ്കാര സമാജം. ഓ, അത് ശരി. അപ്പൊ അച്ഛന് ഇഷ്ടമായിരുന്നു ഇതൊക്കെ ഇങ്ങനെ നിലനിന്ന് പോകണം. അപ്പൊ സാർ ഒരു കാര്യം ചെയ്യണം. സാറിന് അഭിനയം മാത്രമല്ല പാട്ടും ഭയങ്കര ഇഷ്ടമാന്നുള്ളത് എന്റെ ഒരു കേട്ടറിവാണ്. ശരിയാണോ സാർ? തീർച്ചയായിട്ടും. അപ്പൊ നമ്മുടെ ഷോ ഒരു നല്ല പാട്ടോടുകൂടി തുടങ്ങിയല്ലോ സാർ. തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ, കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ, കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. അപ്പൊ ഈ കലാരംഗത്തൊക്കെ സാർ നാടകം അങ്ങനെയൊക്കെ ഞാൻ കുട്ടിക്കാലത്ത് നാടകത്തിൽ അഭിനയിക്കുമായിരുന്നു. സംവിധാനം ഒരു നാടകം അന്ന് സംവിധാനം ഒരു പിന്നെ ചെറിയ നാടകം. അതെന്ന് വെച്ചാൽ അന്ന് ഈ അടിയന്തരാവസ്ഥ കാലത്ത് അന്നത്തെ രാഷ്ട്രീയ പ്രമേയം വെച്ചുകൊണ്ട് അടിയന്തരാവസ്ഥ, അന്ന് ഇന്ദിരാഗാന്ധി ആണ് അടിയന്തരാവസ്ഥ കൊണ്ടുവന്നത്. അപ്പം അതിനെതിരായിട്ടുള്ള ഒരു നാടകം അന്ന് ഞാൻ തന്നെ രചിച്ചു, ഞാൻ തന്നെ സംവിധാനം ചെയ്തു. ഏകാംഗ നാടകം ഞാൻ തന്നെ അഭിനയിച്ചു. അപ്പൊ സാർ ഒരു കാര്യം ചോദിച്ചോട്ടെ, സാർ കലാരംഗത്ത് ഇത്രയും നല്ല സജീവമായി നിന്ന സമയത്ത് സാർ പെട്ടെന്ന് രാഷ്ട്രീയത്തിലേക്ക് തിരിയാനുണ്ടായ ഒരു ഇൻസിഡന്റ് അല്ലെങ്കിൽ അതും ഈ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം രാജനെ ഉരുട്ടിക്കൊന്ന സംഭവമൊക്കെ ഉണ്ടല്ലോ. അന്ന് ഈ സ്കൂളുകളിലും കോളേജിലൊക്കെ വലിയ ശക്തമായ പ്രക്ഷോഭം നടക്കുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ AISF യൂണിറ്റ് ഭാരവാഹിയായി അങ്ങനെ ആ രംഗത്തേക്ക് സജീവമായി മാറി. പിന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ ഞാൻ AISF സംസ്ഥാന കമ്മിറ്റി അംഗമായി മാറി. അപ്പൊ സാർ ഒരു ചോദ്യം എന്താന്ന് വെച്ചാൽ സാറിന് എന്താണ് പ്രചോദനം ചെയ്തത്? എന്ത് നാടിന് വേണ്ടി ചെയ്യണം എന്ന്? അതായത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ രാഷ്ട്രീയ പ്രവർത്തനം പ്രധാനമായും സാമൂഹ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ജനങ്ങളെ സഹായിക്കുക. നമ്മുടെ മുന്നിൽ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ പാവപ്പെട്ടവർ, നിരാലംബർ, നിരാശ്രയർ ഉണ്ട്. അപ്പോൾ അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നമുക്ക് എങ്ങനെ സഹായിക്കാൻ പറ്റും, ആ നിലയിൽ ഒരു സാമൂഹ്യ പ്രവർത്തനമായി മാറുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം. അങ്ങനെ ഞാൻ പഠിക്കുന്ന സമയത്ത് അത്തരം പ്രവർത്തനങ്ങളോട് സജീവമായി പങ്കാടുകയും അങ്ങനെ സജീവമായ രാഷ്ട്രീയത്തിലേക്ക് വരികയും. ശരിക്കും സാറിന് അതിനൊരു ശരിക്കും ഒരു ചെറിയ മാറ്റമെങ്കിലും വരുത്താൻ സാധിച്ചിട്ടുണ്ട്? തീർച്ചയായിട്ടും ഒരുപാട് കാര്യം. ഞാൻ 95 കൊട്ടാരക്കര താമസമായി. അവിടുന്ന് കൊല്ലത്തുനിന്ന് വന്ന് കൊട്ടാരക്കര താമസം 89 79 അപ്പോൾ വന്നിട്ട് അവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടക്കുമ്പോൾ അടുത്ത പഞ്ചായത്തിൽ അംഗമായി കൊട്ടാരക്കര. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ എന്നോട് R ബാലകൃഷ്ണപിള്ള സാർ പഞ്ചായത്ത് മെമ്പറായിട്ടുണ്ട്. സാർ അന്ന് MLA കൂടാണ്. അന്ന് MLA-മാർക്ക് പഞ്ചായത്തിൽ മത്സരിക്കാൻ പറ്റും, പിന്നീട് അത് മാറി. അപ്പോൾ അന്ന് ഈ സാധാരണ ആളുകൾ വന്ന് ഈ പല കാര്യങ്ങൾക്കും വന്ന് താഴെ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് വന്നിങ്ങനെ പോകുമ്പോൾ എനിക്ക് പ്രയാസം തോന്നിയിട്ടുണ്ട്. ഞാനപ്പോൾ അവർ ഇടപെട്ട് അതെല്ലാം പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കും ഈ ആളുകളെ വലയ്ക്കുക എന്നുള്ള സമീപനം സാധാരണ നമുക്കുണ്ട്. അതിലൊക്കെ ഞാൻ കൃത്യമായി ഇടപെടുകയും ഒരുപാട് ആളുകളെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതിനുശേഷം ഞാൻ പിന്നെ കർഷക തൊഴിലാളി ക്ഷേമ ബോർഡ് ചെയർമാനായി. അതിനാണ് എനിക്ക് ഒരിക്കലും മറക്കാത്ത ഒരു സംഭവം. അവർക്കും എന്നോട് ഭയങ്കര സ്നേഹമായി. ഒരു ദിവസം റിട്ടയർ ചെയ്തൊരു സ്ത്രീ എൻ്റെ അടുത്ത് വന്നു പറഞ്ഞു, സാർ നാളെ മുതൽ എന്നെ വീണ്ടും ഇവിടെ നിയമിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചിന്താ കാര്യം, ഞങ്ങൾക്ക് PF ഇല്ല, ESI ഇല്ല, ഒന്നുമില്ല, ഞങ്ങൾക്ക് ശമ്പളം മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ചോദിച്ചു എന്താണ് അതങ്ങനെ സംഭവിച്ചത്? അപ്പം സ്വാഭാവികമായിട്ടും PF പിടിക്കണമെങ്കിൽ അവരെ സ്ഥിരം ആക്കി അവർക്ക് 12% അവരുടെ ശമ്പളത്തിൽ നിന്ന് അടയ്ക്കണം.
12% ഓണർ കൊടുക്കണം. പക്ഷെ അങ്ങനെ ചെയ്തില്ല, ബോർഡ് അങ്ങനെ ചെയ്തില്ല. അപ്പോൾ എനിക്ക് വിഷമം തോന്നി, ഞാൻ അവരെ അവിടെ പോസ്റ്റ് ചെയ്തു പിറ്റേന്ന്. പക്ഷെ അതിനുശേഷം ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുവൻ ജീവനക്കാരെയും വിളിച്ചു കൂട്ടിയിട്ട് അന്നത്തെ PF കമ്മീഷൻ വിളിച്ചിട്ട് അതുവരെ വാങ്ങിയിട്ടുള്ള തൊഴിലാളി വാങ്ങിയിട്ടുള്ള ശമ്പളം വേവ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. ബോർഡ് അടയ്ക്കേണ്ടത് ഞങ്ങൾ പൂർണ്ണമായി അടയ്ക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അടച്ച് ഇന്നിപ്പോൾ അവർക്കെല്ലാം PF-ഉം ESC ആനുകൂല്യം കൂടെ. അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. തീർച്ചയായിട്ടും സാർ, തീർച്ചയായിട്ടും അത് സാറിന്റെ മനസ്സിൽ തോന്നി സാർ അത് ചെയ്തു കൊടുത്തല്ലോ. സാർ, ഞങ്ങൾ ഒരു ലീഡേഴ്സിനെ തെരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതും ഇത് തന്നെയാണല്ലോ. അല്ലാതെ സമയത്ത് വന്ന് വോട്ട് ചോദിച്ചു പോകുന്ന ഒരു ലീഡറിനെ അല്ല ഞങ്ങളും പ്രതീക്ഷിക്കുന്നത്.